എവരിവൺ, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് നമ്മൾ വഴുതനങ്ങ ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. മീനൊന്നും ഇല്ലാത്ത സമയത്ത് ശരിക്കും വളരെ നല്ലൊരു റെസിപ്പിയാണ്. ഒഴിച്ചുകറിയോ ചമ്മന്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇത് അറിയാവുന്നതായിരിക്കും. അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാൻ 2 വലിയ വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് കനത്തിൽ കട്ട് ചെയ്യുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് വെള്ളത്തിലാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് കറക്കാതെ നമുക്ക് കിട്ടും. അപ്പോൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച ശേഷം ഞാനിതിൽ വാരി വെച്ചേക്കാണ്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ തേച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഇതിൻ്റെ വെള്ളം നന്നായിട്ട് വലിഞ്ഞ് കിട്ടും. അപ്പോൾ ഉപ്പ് നമ്മൾ അത്യാവശ്യം കുറച്ച് തേച്ച് കൊടുക്കണം. എന്നിട്ട് ഇനി നമുക്കിത് മസാല തയ്യാറാക്കാനായിട്ട് ഒരു 15 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളി, അത്രയും മതിയാവും. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് നമുക്കൊരു മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് വേഗം തന്നെ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ശകലം മാത്രം മതി ഗരം മസാല, ഒരു ശകലം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ ഓൾറെഡി ഉപ്പ് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ വഴുതനങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അതിനകത്ത് വെള്ളമെല്ലാം നമുക്ക് പിഴിഞ്ഞ് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എണ്ണ എടുത്തതിന് ശേഷം കൈവച്ച് നന്നായിട്ട് അമക്കി കൊടുക്കുക. അപ്പം നമ്മൾ നല്ല രീതിയിൽ അമക്കുമ്പം തന്നെ അതിലെ വെള്ളമെല്ലാം നന്നായിട്ട് പോയി കിട്ടും. അതിന് ശേഷമാണ് നമുക്ക് ഈ മസാല അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആ മസാല നന്നായിട്ട് പിടിക്കത്തില്ല. അപ്പോൾ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. അപ്പോൾ എല്ലാം ഇതുപോലെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഓരോന്നായിട്ടാണ് ഞാൻ മസാല തേച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒരുമിച്ച് വേണമെങ്കിൽ എല്ലാം കൂടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ചെയ്യുമ്പോഴാണ് ഇതിന് കനം തീരെ കുറവാണല്ലോ. അപ്പോൾ ഓരോന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലെ ഓരോന്നിലും നല്ല രീതിയിൽ മസാല തേച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മളിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴാണ് നല്ല രീതിയിൽ ഇതിൽ ആ ഉപ്പും ആ മസാലകളും എല്ലാം നല്ല രീതിയിൽ പിടിച്ചു വരും. അപ്പോൾ ഇതുപോലെ എല്ലാം നമ്മൾ മസാലയൊക്കെ തേച്ചെടുക്കണം. അപ്പോൾ ഇതാ മസാലയൊക്കെ തേച്ച് എല്ലാം മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു 20 മിനിറ്റ് നേരം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമുക്കിതിൽ അത്യാവശ്യം ഉപ്പുമൊക്കെ പിടിച്ച് മുളക് പൊടിയൊക്കെ നന്നായിട്ട് ഇതായി വരും. ഇനി നമുക്ക് ആ ഒരു 20 മിനിറ്റിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് നമ്മുടെ മീൻ വറുക്കുന്ന രീതിയിലുള്ള എണ്ണ മതിയാകും. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഓരോരോ പീസസായിട്ട് നമുക്കിതിൽ ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് നല്ല രീതിയിൽ ഫ്രൈ ആയി വരണം. നമ്മുടെ മീനൊക്കെ വറുക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെ. അപ്പോൾ നല്ല രീതിയിൽ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും നമ്മൾ നല്ല രീതിയിൽ മൊരിയിച്ചെടുക്കണം. ആ നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോഴാണ് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഒഴിച്ചുകറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നോക്കിയാൽ ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ, അതായത് 2 സൈഡും ഈ രീതിയിൽ ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചോറിനൊപ്പം കഴിച്ചാൽ മാത്രം മതിയാകും. ശരിക്കും മീനൊന്നും ഇല്ലാത്ത സമയത്ത് നല്ലൊരു റെസിപ്പിയാണ്. ഇതിലൊരു പീസ് എടുത്ത ശേഷം നമ്മൾ ഉരുട്ടി വെച്ച ചോറ് ഇതിനുള്ളിലോട്ടാക്കിയിട്ട് ഒന്നെടുത്ത് കഴിച്ച് നോക്കിയേ, അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ മറക്കാതെ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണാൻ ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് കൂടി ചെയ്യുക. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.